എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ നവരാത്രി, അതായത് മാഘഗുപ്ത നവരാത്രിയുടെ 5-ാം ദിവസത്തിലെ ദേവത ദുർഗാദേവിയുടെ സ്കന്ദമാതാ രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ദുർഗാദേവിയുടെ 5-ാമത്തെ രൂപമാണ് സ്കന്ദമാത. സ്കന്ദ എന്ന വാക്കിൻ്റെ അർത്ഥം സുബ്രഹ്മണ്യ സ്വാമീൻ്റെ വേറൊരു പേരാണ്, അതായത് കാർത്തികേയൻ്റെ. മാതാ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് തന്നെയാണ്. അതിനാൽ മുരുക ഭഗവാന്റെ അമ്മ എന്നുള്ള പേരിലാണ് സ്കന്ദമാത എന്ന പേര് വന്നിട്ടുള്ളത്. സ്കന്ദമാതയ്ക്ക് 4 കൈകളോട് കൂടിയ ദുർഗാദേവിയാണ്. മടിയിലായി ദേവിയുടെ പുത്രൻ മുരുക ഭഗവാൻ സുബ്രഹ്മണ്യദേവൻ ഇരിക്കുന്നുണ്ട്. ദേവി ഒരു സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ദേവിയുടെ 2 കൈകളിലും താമരപ്പൂവും, ഒരു കൈയിൽ മകനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, മറ്റൊരു കൈയിൽ അഭയമുദ്രയുമാണ് പിടിച്ചിട്ടുള്ളത്. ദേവി താമരപ്പൂവിലിരിക്കുന്നതായും ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കന്ദമാതാ ദേവിയെ പത്മാസന ദേവി എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇനി സ്കന്ദമാതാ ദേവിയുടെ പൂജ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തവും വിജയമുഹൂർത്തവും രവിയോഗവും ആണ്. ഈ സമയങ്ങളിലാണ് സ്കന്ദമാതാ പൂജ ചെയ്യേണ്ടത്. ഇനി സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ യോഗ പോസ്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ സ്കന്ദമാതാ ദേവി ഹൃദയചക്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹം, അനുകമ്പ അങ്ങനെയുള്ള ഭാവങ്ങളെ ദേവി പ്രതിനിധീകരിക്കുന്നുണ്ട്. ദേവി മാതൃസ്നേഹത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും രൂപം കൂടിയാണ്. ദേവി തൻ്റെ ഭക്തരെ സംരക്ഷണം നൽകി സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബുദ്ധദേവൻ്റെ ആരാധനാമൂർത്തി കൂടിയാണ് സ്കന്ദമാതാ ദേവി എന്നാണ് പറയുന്നത്. ദേവിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാവിധ സംരക്ഷണവും ഐശ്വര്യവും, ഏതൊരു ഉദ്യമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ വിജയവും കൈവരിക്കാൻ ദേവി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. ദേവി അറിവും ജ്ഞാനവും എല്ലാം നൽകി ഭക്തനെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. 5-ാമത്തെ ദിവസത്തെ, അതായത് നവരാത്രിയുടെ 5-ാമത്തെ ദിവസത്തെ നിറം എന്ന് പറയുന്നത് ഗ്രേ ആണ്. ഇനി പൂജാവിധി എന്താണെന്ന് നോക്കാം. പൂജാവിധി പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. അതിനുശേഷം ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് ഗംഗാജലം ഉപയോഗിച്ച് വൃത്തിയാക്കുക. അല്ലെങ്കിൽ നമ്മുടെ ശ്ലോകം ചൊല്ലി നമ്മുടെ ശുദ്ധജലത്തെ ഗംഗാജലമായിട്ട് അല്ലെങ്കിൽ സപ്ത നദികളിലെ ജലമായിട്ട് നമ്മൾ തീർത്ഥജലമാക്കി മാറ്റിയതിന് ശേഷം അത് ഉപയോഗിച്ച് നമുക്ക് ശുദ്ധി ചെയ്യാം. അതിനുശേഷം പുഷ്പം, ദീപം, സുഗന്ധം, നൈവേദ്യം എന്നീ വഴിപാടുകളാണ് സാധാരണ നമ്മൾ ചെയ്യുക. ഇനി നൈവേദ്യമായിട്ട് വാഴപ്പഴമാണ് ഏറ്റവും നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മറ്റു പഴങ്ങളും ഏലക്കയും ദേവിക്ക് സമർപ്പിക്കാം. എപ്പോഴും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്, ദേവി ആരാധനയ്ക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം തന്നെയാണ്. നേന്ത്രപ്പഴം പഴത്തിൻ്റെ രൂപത്തിൽ തന്നെ, അല്ലെങ്കിൽ അത് വെച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ, അല്ലെങ്കിൽ പച്ചക്കായ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പ്രസാദമുണ്ട്, അതായാലും ദേവിക്ക് സമർപ്പിക്കാം. ഇനി നമുക്ക് ദേവിയുടെ മന്ത്രങ്ങളും പ്രാർത്ഥനകളും സ്തുതി മന്ത്രവും എന്താണെന്ന് നോക്കാം. ദേവിയുടെ മന്ത്രമാണ് ഓം ദേവി സ്കന്ദമാതായേ നമഃ. 5-ാമത്തെ ദിവസം ചൊല്ലേണ്ട മന്ത്രമാണ് ഓം ദേവി സ്കന്ദമാതായേ നമഃ. ഈ ദേവിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതായത് പ്രാർത്ഥനാ ശ്ലോകമാണ് സിംഹാസനഗതാ നിത്യം പത്മാഞ്ജനകരദ്വയി ശുഭതസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ഒന്നുകൂടി പറയാം.
സിംഹാസനഗതാ നിത്യം പത്മാഞ്ജിതാകരദ്വയി ശുഭദസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ഇതാണ് ദേവിയുടെ പ്രാർത്ഥനാ ശ്ലോകം എന്ന് പറയുന്നത്. ഇനി ദേവീസ്തുതി എന്താണെന്ന് നോക്കാം. ദേവീസ്തുതി എന്ന് പറയുന്നത് യാ ദേവി സർവഭൂതേഷു മാ സ്കന്ദമാതാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. അതായത് യാ ദേവി സർവഭൂതേഷു മാ സ്കന്ദമാതാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഇതാണ് ദേവി സ്തുതി എന്ന് പറയുന്നത്. ഇത്രയാണ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നവരാത്രിയുടെ 5-ാം ദിവസം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.